ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടി നമ്മളിവിടെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു വലിയ സവാള, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സവാളയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാകും കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത ശേഷം അല്പം മല്ലിയില, പുതിനയില ചെറുതായി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന അരിയും ചേർത്ത് 2 വിസിലിട്ട് പറഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി കേട്ടോ. ഇനി നമ്മൾ ബീഫ് ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴുകി വെച്ച 600 ഗ്രാം ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈകൊണ്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊരു 12 വിസിലിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 കപ്പ് സവാള ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള അത്യാവശ്യം ഒന്ന് വാടി ആ പച്ചമണമൊന്ന് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്ത് അല്പം പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു ചെറിയൊരു തക്കാളി എടുത്ത് അത് കട്ട് ചെയ്ത് അതും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ പെപ്പറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയൊരു ഗ്രേവീൻ്റെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട സമയമാവാനായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം മല്ലിയില വിതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് ഗ്രേവി റെഡിയായി. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. തൈരിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 കപ്പ് തൈരും ചേർത്ത് പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ തൈര് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്ന ഒരു കിടിലൻ ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് കാഷ്യൂവും കുറച്ച് ബദാമും പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ പാലും ചേർത്ത് ഒരു ചെറിയ പീസ് പഴവും ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് ആപ്പിളും കുറച്ച് ഗ്രേപ്സും പിന്നെ കുറച്ച് മാതളങ്ങയും പിന്നെ അല്പം കിവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, ബാദാം കാഷ്യൂ, ആ മിക്സ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിളപ്പിച്ച് ആറി തണുപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ച ചിയാ സീഡ്സും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നോമ്പ് തുറക്കുള്ള വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി എക്സ്ട്രാ ജീരകക്കഞ്ഞിയും തരിക്കഞ്ഞിയും കുറച്ച് വടയും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇഷ്ടമായൊരു സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.